Hello everyone, once again welcome to A for Education and our question discussion classes. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരു സെറ്റായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുക എന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നമ്മളെ ബ്രെയിൻ മെത്തേഡുകളെ കുറിച്ച്, അതായത് സ്റ്റീരിയോടാക്ടിക് മെത്തേഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ഇലക്ട്രോമയോഗ്രഫിയെ കുറിച്ച് പറഞ്ഞിരുന്നു, ഇലക്ട്രോ ഒക്കുലോഗ്രഫിയെ കുറിച്ച് പറഞ്ഞിരുന്നു, ഹണ്ടിങ്ടൺ ഡിസീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾ ഇതുവരെ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനോ ഒക്കെ ഉള്ള ടൈറ്റിൽ നിങ്ങൾക്ക് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ജസ്റ്റ് വാച്ച് ദാറ്റ്, ഓക്കെ? കാരണം ഇതൊരു കണ്ടിന്യൂസ് ജേർണി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് മിസ്സാവരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ ഈ ഒരു PYQ ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്യാറില്ല. നമുക്ക് അത്രയും റിലവൻസ് തോന്നുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. അപ്പം 6ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് 6ാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത്. 5 ക്വസ്റ്റ്യൻസ് തൊട്ട് മുമ്പത്തെ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ കണ്ടിന്യൂവേഷൻ, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ്. ഓക്കെ, എനിവേ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ കറക്റ്റ് ഫോർ ദ പോളിയന്ന പ്രിൻസിപ്പിൾ? പോളിയന്ന പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടിട്ട് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പോളിയന്ന പ്രിൻസിപ്പിളിൻ്റെ ഇതിൽ ഏതൊക്കെയാണ് ആ ഒരു കൺസെപ്റ്റുമായിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഈ ഓപ്ഷൻസ് എന്നുള്ളത്. ഓപ്ഷൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസന്റ് ഐറ്റംസ് ആർ പ്രോസസ്ഡ് മോർ എഫിഷ്യൻ്റ്ലി ദാൻ അൺപ്ലസന്റ് വൺസ്. അഥവാ നമ്മളുടെ നമ്മുടെ മൈൻഡിൽ നമുക്ക് ഹാപ്പിനെസ് തരുന്ന പ്ലസന്റ് ആയിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യും, കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് എന്തിനേക്കാൾ അൺപ്ലസന്റ് ആയിട്ടുള്ള അത്ര ഹാപ്പിനെസ് ഒന്നും തരാത്ത സങ്കടം അല്ലെങ്കിൽ ഒരു ഡിസ്കംഫേർട്ട് നൽകുന്ന ഐറ്റംസിനേക്കാൾ എന്ത് ചെയ്യും, നമ്മളുടെ ശരീരം, നമ്മളുടെ മൈൻഡ് എന്ത് ചെയ്യും, പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യും, എഫിഷ്യൻ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യും എന്നാണ് പറയുന്നത്. ഒന്നാമത്തത്. ഇനി രണ്ടാമത്തത്, പ്ലസന്റ് ഐറ്റംസ് ആർ പ്രോസസ്ഡ് മോർ ആക്യുറേറ്റ്ലി ദാൻ അൺപ്ലസന്റ് വൺസ്. എഫക്റ്റീവ്ലി മോർ ആക്യുറേറ്റ്ലി. എഫക്റ്റീവ്ലി എന്ന് പറഞ്ഞു, മോർ ആക്യുറേറ്റ്ലി എന്ന് പറഞ്ഞു, രണ്ടും ഡിഫറെൻറ്റ് അർത്ഥമാണ്. അപ്പം മനസ്സിലാക്കുക, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളെ നമ്മളുടെ മൈൻഡ് അല്ലെങ്കിൽ ശരീരം എന്ത് ചെയ്യുന്നു, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട്, തെറ്റുകൾ കുറഞ്ഞുകൊണ്ട് മോർ ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്യും, അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ എന്നുള്ള രീതിയിലാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്ലസന്റ് ആയിട്ടുള്ള ഐറ്റംസ് ആർ റീറ്റെയിൻഡ് ഫോർ എ ലോങ്ങർ പീരീഡ് ദാൻ അൺപ്ലസന്റ് തിങ്സ്. അതായത് നമ്മളുടെ മെമ്മറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളുടെ ഗുഡ് ആയിട്ടുള്ള മെമ്മറീസ് അല്ലെങ്കിൽ ഗുഡ് ആയിട്ടുള്ള പ്ലസന്റ് ആയിട്ടുള്ള തിങ്സിനെ കുറിച്ചുള്ള മെമ്മറീസ് അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും റീറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പ്ലസന്റ് ഐറ്റംസ് ആർ റീറ്റെയിൻഡ് ഫോർ എ ഷോർട്ടർ പീരിയഡ് ദാൻ അൺപ്ലസന്റ് വൺ. സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് സന്തോഷകരമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യുക, റീറ്റെയിൻ ചെയ്യപ്പെടുക എന്നുള്ളതാണ് നാലാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയെങ്കിൽ ഏതായിരിക്കും പോളിയന്ന പ്രിൻസിപ്പിളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആ ഒരു മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒരു 1-2 സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 പറയുന്നത് 3 and 4, 2 1 3 4, 3 1 3 1 2 and 4 1 2 and 3. നോക്കൂ, ഞാനൊരു 30 സെക്കൻഡ് മാക്സിമം നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാൻ വേണ്ടി തരും. ഞാൻ ഓൾറെഡി വായിച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യാൻ വേണ്ടി തരും. അതിനിടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാം. More efficient, more accurate, a longer period, a shorter period. Okay. നോക്കാം എന്താണ് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് 1 and 2 ആണ്. എന്തുകൊണ്ടാണ് നോക്കാം. പോളിയന്ന പ്രിൻസിപ്പിളിനെ നമ്മൾ പോളിയന്ന ഹൈപ്പോത്തസിസ് എന്ന് കൂടെ വിളിക്കും കേട്ടോ. ഓക്കെ, അതായത് പോളിയന്ന ഹൈപ്പോത്തസിസ് എന്ന് കൂടെ വിളിക്കും. പോളിയന്ന പ്രിൻസിപ്പിളിനെ ഒരു കോഗ്നിറ്റീവ് ബയാസ് ആണ്. പോളിയന്ന പ്രിൻസിപ്പിൾ അഥവാ പോളിയന്ന ഹൈപ്പോത്തസിസ് എന്നുള്ളത് ഒരു കോഗ്നിറ്റീവ് ബയാസ് ആണ്. നമുക്കറിയാം കുറേ കോഗ്നിറ്റീവ് ബയാസുകളുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ ഒരുപാടല്ല, കുറച്ച് എന്തായാലും ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പലതവണ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ടെൻഡ് ടു റിമെമ്പർ ആൻഡ് റീകോൾ. റിമെമ്പർ ആൻഡ് റീകോൾ, ഓർമ്മിക്കുകയും ചെയ്യും, റീകോൾ ചെയ്യാനും പറ്റും. ഓക്കെ, എന്ത്
പോസിറ്റീവ് ഇൻഫർമേഷൻ മോർ ഈസിലി ദാൻ നെഗറ്റീവ് ഇൻഫർമേഷൻ. പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മോർ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിമെമ്പർ ചെയ്യാനും റീകോൾ ചെയ്യാനും പറ്റും ദാൻ നെഗറ്റീവ് ഇൻഫർമേഷൻ. നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനേക്കാൾ എന്നുള്ളതാണ് പോളിയാന ഹൈപ്പോത്തസിസ് പറയുന്നത്. ഇറ്റ്സ് എ കോഗ്നിറ്റീവ് ബയാസ്. ഓക്കെ, ഈ ബയാസ് നമ്മൾ എങ്ങനെ കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നു, റിമെമ്പർ ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ ചുറ്റുള്ള ലോകവുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ സി എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ നോക്കി കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1 and 2 ആയിരുന്നു. ശ്രദ്ധിക്കുക, മോർ എഫക്റ്റീവ്ലി ആൻഡ് മോർ ആക്യുറേറ്റ്ലി, ഇത് രണ്ടും ശരിയാണ് വരുന്നത്. കാരണം പ്രസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ സമയം റിമെമ്പർ ചെയ്യുകയും പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു അൺപ്രസൻ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ എന്നുള്ളതാണ് പോളിയാന ഹൈപ്പോത്തസിസ് അഥവാ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു പിയാഷെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് എക്സ്പ്ലെയിൻസ് ദ കൺസെപ്റ്റ് ഓഫ് കോഗ്നിറ്റീവ് ഇക്വിലിബ്രിയം? കോഗ്നിറ്റീവ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഏത് ഓപ്ഷൻസ് ആണെന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, എവ്രി സ്ട്രക്ചർ ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ഏർലിയർ സ്ട്രക്ചേഴ്സ്. എല്ലാ സ്ട്രക്ചറിനും അതിന് മുമ്പത്തെ സ്ട്രക്ചറുകളിൽ ഒറിജിൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഫാക്ട് എന്നുള്ള രീതിയിലാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് കോഗ്നിറ്റീവ് ഇക്വിലിബ്രിയം ആണെങ്കിൽ നിങ്ങൾക്ക് അത് ആൻസർ പറയാം. ഓക്കെ, ഇനി അതല്ല, ടെൻഡൻസി ടു ഇൻ്റഗ്രേറ്റ് സ്ട്രക്ചേഴ്സ് ഇൻ ടു ഹയർ ഓർഡർ സിസ്റ്റംസ്. സ്ട്രക്ചേഴ്സിന് ഹയർ ഓർഡർ സിസ്റ്റംസ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ടെൻഡൻസി ആണെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ, ഇനി മൂന്നാമത്തതോ, ഇൻഡിവിജ്വൽ സീക്കിംഗ് ടു സ്റ്റെബിലൈസ് ഹിസ്റ്റോറിയൽ കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ്. കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ഒരു സീക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി ആണെങ്കിൽ അങ്ങനെ ആവാം. ഇനി ടെൻഡൻസി ടു മോഡിഫൈ സ്ട്രക്ചർ ഇൻ ഓർഡർ ടു ഇൻകോർപ്പറേറ്റ് ന്യൂ ഇൻഫർമേഷൻ. അതായത് ഒരു ഓൾറെഡി ഉള്ള സ്ട്രക്ചർ എന്ത് ചെയ്യാണ്, നമ്മൾ മോഡിഫൈ ചെയ്യാണ്, പുതിയ ഇൻഫർമേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് കോഗ്നിറ്റീവ് ഇക്വിലിബ്രിയമെങ്കിൽ നിങ്ങൾക്ക് 4 എന്നുള്ള ആൻസർ എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, ABCD 1 2 3 4 എനിവേ വാട്ട് എവർ ദാറ്റ് ഇസ്. സോ വാട്ട് കുഡ് ബി ദ ആൻസർ? സി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബാലൻസ് അവിടെ വേണം, ഒരു സ്റ്റെബിലൈസിങ് അവിടെ നടക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു ടേമിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്റ്റെബിലൈസ് എന്നുള്ളൊരു ടേം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഒരു പ്രോസസ് ഓഫ് അച്ചീവിങ് എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. കോഗ്നിറ്റീവ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ മെൻ്റൽ സ്കീമാസിൻ്റെയും പുതിയ ഇൻഫർമേഷൻസിന്, നമ്മൾ ഓൾറെഡി ഉള്ള മെൻ്റൽ സ്കീമാസ് ഉണ്ടല്ലോ അതും പിന്നെ പുതുതായിട്ട് വരുന്ന ഇൻഫർമേഷൻസും. മെൻ്റൽ സ്കീമാസ് ഫ്രെയിം വർക്കുകളാണ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ആണ്, കോഗ്നിറ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് മെൻ്റൽ സ്കീമാസ് എന്ന് പറയുന്നത്. സോ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ഉണ്ട്. കോഗ്നിറ്റീവ് ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഇക്വിലിബ്രിയം എപ്പോഴാണ് അച്ചീവ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെൻ്റൽ സ്കീമാസും പുതിയ ഇൻഫർമേഷനും തമ്മിൽ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇവ തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാകുമ്പോഴാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെൻ്റൽ സ്കീമാസും പുതിയ ഇൻഫർമേഷനും ഇടയിൽ ഒരു സ്റ്റെബിലിറ്റി ബാലൻസ് ഉണ്ടാകുമ്പോഴാണ് കോഗ്നിറ്റീവ് ഇക്വിലിബ്രിയം, സ്റ്റേറ്റ് ഓഫ് ബാലൻസ്, സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, യാ ദാറ്റ്സ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The pattern of excitation and inhibition that constitutes the activity of the cortex at any given moment is. ഏതാ? അതായത് ഒരു പാറ്റേൺ ഓഫ് എക്സൈറ്റേഷൻ ആൻഡ് ഇൻഹിബിഷൻ ആണ്. അത് നമ്മളുടെ കോർട്ടക്സിൻ്റെ ആക്ടിവിറ്റി ഏത് സമയം വേണമെങ്കിലും എന്ത് ചെയ്യാം, അഫക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ്. സ്ക്വാൻഡേഴ്സ് ആണോ, സെൻസിറ്റൈസേഷൻ ആണോ, കോർട്ടിക്കൽ മൊസൈക്ക് ആണോ, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആണോ? നോക്കാം, വായിക്കുക, ആൻസർ പറയുക. ഓക്കെ, ആൻസർ എവിടെയാണ് പറയുക കമൻറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ പറഞ്ഞാലും മതി. ഓക്കെ, സോ ഞാൻ ഈ PPTs ഒക്കെ ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ സൈക്കോളജിയുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ വളരെ ആക്റ്റീവായിട്ട് എഫറിൽ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെറ്റീരിയൽസും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻസും ഡീറ്റെയിൽസും ഡെയിലി നിങ്ങൾക്ക്
ഡിഫറെൻറ്റ് പഠനത്തിന് ആവശ്യമായിട്ടുള്ള നെറ്റ് പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ എയ്ഫറിനുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും PPTs ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓക്കെ. സോ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ താഴെ തന്നെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വാട്സാപ്പിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ, എനിവേ ഏതായിരിക്കും ആൻസർ? ആൻസർ സി ആണ്. കോർട്ടിക്കൽ മൊസൈക്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കോർട്ടിക്കൽ മൊസൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവ്ലോയുടെ ഒരു ടേമാണ് കേട്ടോ. പാവ്ലോ ആരാ? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ അതേ പാവ്ലോ. ഓക്കെ, അദ്ദേഹം ഒരു ഫിസിയോളജിക്കൽ വ്യക്തിയായിരുന്നു നമുക്കറിയാം. കാരണം ഡോഗിലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹം ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഒരു ആസ്പെക്റ്റുകളൊക്കെ കണ്ടുപിടിച്ചത്. എനിവേ, അക്കോർഡിംഗ് ടു പാവ്ലോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാറ്റേൺ ഓഫ് എക്സൈറ്റേഷൻ, പാറ്റേൺ പോയിന്റ്സ് ഓഫ് എക്സൈറ്റേഷൻ ഇൻഹിബിഷൻ ദാറ്റ് ക്യാരക്ടറൈസ് ദ കോർട്ടെക്സ് അറ്റ് എനി ഗിവൻ മൊമെന്റ് എന്നുള്ളതാണ്. ഏത് മൊമെന്റിലാവട്ടെ ആ മൊമെന്റിൽ നമ്മളുടെ കോർട്ടെക്സിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ഓഫ് എക്സൈറ്റേഷൻ ആൻഡ് ഇൻഹിബിഷൻ ആണ് എന്ത്? കോർട്ടിക്കൽ മൊസൈക്ക് എന്നുള്ളത്. ഓക്കെ, കോർട്ടിക്കൽ മൊസൈക്ക് റെഫേഴ്സ് ടു ദ യുണീക്ക് ഓർഗനൈസേഷൻ ഓഫ് ന്യൂറോൺസ് ഇൻ ദ സെറിബ്രൽ കോർട്ടെക്സ്. എങ്ങനെയാണ് അത് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കോർട്ടിക്കൽ മൊസൈക്ക് എന്താണ്? യുണീക്ക് ഓർഗനൈസേഷൻ ഓഫ് ന്യൂറോൺസ് ഇൻ ദ സെറിബ്രൽ കോർട്ടെക്സ് ആണ്. സെറിബ്രൽ കോർട്ടെക്സിലുള്ള ന്യൂറോൺസിന്റെ യുണീക്ക് ഓർഗനൈസേഷൻ ആണ്. എല്ലാ ന്യൂറോൺസിനെ പോലെ ചുമ്മാ ഗോ വിത്ത് ദ ഫ്ലോ ആ ഒരു ടൈപ്പ് അല്ല. ഇവിടെ എക്സൈറ്റേഷനും ഇൻഹിബിഷനും ഒരേ സമയം എന്താണ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന യുണീക്ക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഓഫ് ന്യൂറോൺസ് ഇൻ ദ സെറിബ്രൽ കോർട്ടെക്സ് ആണ് എന്ത്? കോർട്ടിക്കൽ മൊസൈക്ക് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9th ക്വസ്റ്റ്യൻ, മാച്ച് ദ ലിസ്റ്റ് 1 and 2 ആണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് 1 കാറ്റപ്ലക്സി, അപ്നിയ, ഡ്രീംസ് ഇതാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തതിൽ നോൺ REM സ്ലീപ്പ്, വേക്കിംഗ് അപ്പ് ആസ് വൺ സ്റ്റോപ്സ് ബ്രീത്തിങ് എന്നുള്ളതാണ്. പിന്നെ സിംറ്റംസ് ഓഫ് നാർക്കോലെപ്സി, ഇവിടെ നൈറ്റ് ടെറർ എന്നും കൂടെ ഉണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാറ്റപ്ലക്സി, അപ്നിയ, ഡ്രീംസ് ആൻഡ് നൈറ്റ് ടെറേഴ്സിനെ ഇതുമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്ന് അസോസിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കണക്ട് ചെയ്തോ? നമുക്ക് നോക്കാം ഏതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക എന്നുള്ളത്. ആൻസർ ബി ആണ് വരിക. അപ്പോൾ അതെന്താണ് കണക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. A4, B3, C2, D1. അത് നിങ്ങൾ അധികം ഇതിനെക്കുറിച്ച് കൺസേൺ ഉണ്ടാവേണ്ട, ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഓക്കെ, എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞുതരാം. കാറ്റാപ്ലക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഡൻ ലോസ് ഓഫ് മസിൽ ടോൺ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഇമോഷൻ നമുക്കുണ്ടായി, ഭയങ്കര സങ്കടമാവാം, ഭയങ്കര സന്തോഷമാവാം, ഒരു ഇൻറ്റൻസ് ഇമോഷൻ, ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് കൊണ്ടുള്ളതാവാം, വാട്ട് എവർ ദാറ്റ് ഇസ്, ലോഫ്റ്റർ, സർപ്രൈസ്, ആങ്കർ, എക്സൈറ്റ്മെൻറ്റ്, വാട്ട് എവർ ദാറ്റ് ഇസ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മസിൽ ടോൺ നഷ്ടമാവുന്ന ഒരു അവസ്ഥയാണ് എന്ത്? കാറ്റപ്ലക്സി എന്ന് പറയുന്നത്. സോ കാറ്റപ്ലക്സി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മസിൽ ടോൺ നഷ്ടമാവും. പക്ഷെ അത് വെറുതെ ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പറ്റുന്നതായിരിക്കില്ല. Other than that, there should be some sort of strong emotions. Laughter, surprise, anger, excitement പോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മസിൽ ടോൺ നഷ്ടപ്പെടുന്നതാണ് കാറ്റപ്ലക്സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണെങ്കിൽ ഒരു കാറ്റപ്ലക്സിക് ആയിട്ടുള്ള ഒരു എപ്പിസോഡിന്റെ ഇടയ്ക്ക് ഒരു വ്യക്തിക്ക് എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. മേ എക്സ്പീരിയൻസ് വേരിയസ് ഡിഗ്രീസ് ഓഫ് മസിൽ വീക്ക്നെസ് ഓർ ഈവൻ ഫുൾ മസിൽ പാരലൈസിസ്. അനങ്ങാൻ പറ്റാത്ത അവസ്ഥ, മസിൽ ഭയങ്കര വീക്കായിട്ട് നിങ്ങൾക്ക് കൈയും കാലം ഒന്നും പൊക്കാൻ കഴിയില്ല. കാരണം ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ഇമോഷൻ വന്നതുകൊണ്ട് നിങ്ങൾ എത്തുകയാണെങ്കിൽ അതാണ് കാറ്റപ്ലക്സി. ഓക്കെ, കംപ്ലീറ്റ് മസിൽ പാരാലൈസിസും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ദിസ് കാൻ കോസ് ദം ടു കൊളാപ്സ്, അതായത് വീഴാനുള്ള, ഫെയിൻറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. അതായത് ലൈക്ക് ബോഡി മൊത്തത്തിൽ കൊളാപ്സ് ആവാനുള്ള സാധ്യത ഉണ്ടാവും. കുറച്ച് സമയത്തേക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പൊതുവേ ഒരു കാറ്റപ്ലക്സിയുടെ ഒരു സമയം തന്നെ കുറച്ച് സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളപ്പം മരിച്ചു എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് എനർജൈസ് ആയിട്ട് മൊത്തത്തിൽ ഒന്ന് ഓക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു 2-3 മിനിറ്റിനുള്ളിൽ പഴയതുപോലെ ആവുമെന്നാണ് പറയുന്നത്. സോ ദ പേഴ്സൺ റിമെയിൻസ് കോൺഷ്യസ്. കാറ്റപ്ലക്സിന്റെ അടുക്ക് ബോധം പോകുന്നില്ല, മസിൽ മൂവ്മെന്റ്സിന് മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ, കോൺഷ്യസ് ആയിരിക്കും. ഇതൊരു കോമൺ സിംറ്റംസ് ഓഫ് നാർക്കോലെപ്സിയാണ്. നാർക്കോലെപ്സിയുടെ ഒരു പ്രധാനപ്പെട്ട സിംറ്റം ആയിട്ടാണ് കാറ്റപ്ലക്സി എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റിന് പോകുന്നതിന് മുമ്പ് മറ്റുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. കുറച്ചുകൂടി ഈസി ആണെന്ന് തോന്നുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. കാറ്റപ്ലക്സി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ലൈക്ക് സിംറ്റം ഓഫ് നാർക്കോലെപ്സി എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. ഇനി ഓപ്ഷൻ 2 ആണ്, അതായത് ഓപ്ഷൻ ബി ആണ് നമ്മൾ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ B3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആപ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വേക്കിംഗ് അപ്പ് ആസ് വൺ സ്റ്റോപ്സ് ബ്രീത്തിങ് എന്നാണ്. സ്ലീപ്പ് ആപ്നിയ ഉള്ള ആളുകൾക്ക് സ്ലീപ്പിനിടയിൽ വെച്ചിട്ട് ശ്വാസം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. ഓക്കെ, അപ്പം ആ ശ്വാസ തടസ്സം ഉണ്ടാവും. ആ ശ്വാസ തടസ്സം ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ബ്രീത്ത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ബ്രീത്ത് സ്റ്റോപ്പ് ആയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക? എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് സ്ലീപ്പ് ആപ്നിയയുടെ ഒരു അവസ്ഥ എന്നുള്ളത്. പിന്നെ നമുക്ക് ഫിസിയോളജിക്കൽ റീസൺ കൊണ്ടും അത് ഉണ്ടാവാം, സൈക്കോളജിക്കൽ റീസൺസും കൊണ്ടും ഉണ്ടാവാം. ഫിസിയോളജിക്കൽ റീസൺ എന്ന് പറയുമ്പോൾ
നമ്മളുടെ പെർട്ടിക്കുലർലി ഈ നേസൽ പോളിപ്പുകളൊക്കെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് അപ്നിയയിലേക്ക് ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അപ്നിയയിലേക്ക് ലീഡ് ചെയ്യാം എന്നുള്ളതാണ്. ആൻഡ് ഡ്രീംസിന്റെ കാര്യം നമുക്കറിയാം. ഡ്രീംസ് ഡെഫിനറ്റ്ലി ഒക്കർ ചെയ്യുന്നത് ഏതാണ്, REM-ലാണോ നോൺ REM-ലാണോ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. എനിവേ സോ ദാറ്റ്സ് കറക്റ്റ്. ആൻഡ് ദെൻ D1 നൈറ്റ് ടെറേഴ്സ് ഒക്കെ പറയുന്നത് നോൺ REM സ്ലീപ്പിലാണ്, ഡ്രീം REM സ്ലീപ്പിലാണ്. അതുപോലെ തന്നെ നൈറ്റ് ടെററുകൾ നടക്കുന്നത് നോൺ REM സ്ലീപ്പിലാണ്. ഓക്കെ, നൈറ്റ് ടെറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുസ്വപ്നം എന്ന് തന്നെ പറയാം. ഒരു പരിധിവരെ ദുസ്വപ്നം മാത്രമല്ല, അതിന് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് കൂടെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. എനിവേ ദാറ്റ്സ് ഇറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ വീഡിയോ. ദ ഇംപ്രൂവ്മെന്റ് ഇൻ പെർഫോമൻസ് ഫോളോവിങ് എ റെസ്റ്റ് ആഫ്റ്റർ സെസേഷൻ ഓഫ് പ്രാക്ടീസ് ഈസ് കോൾഡ്. എന്താണ്? അതായത് പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവുക എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സാധനം പ്രാക്ടീസ് ചെയ്ത് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് കൂടുക. അതിനെന്താ പറയുക? ക്രിസ്പി എഫക്റ്റ്, സ്പോണ്ടേനിയസ് റിക്കവറി, റെമിനിസൻസ് എഫക്റ്റ്, ഇൻക്രിമെൻ്റൽ ലേണിംഗ്. ഇതിൽ 4-ൽ ഏതോ ഒന്നാണ് ആൻസർ. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് അങ്ങനെ കേട്ടിട്ടില്ലാത്ത ചില കൺസെപ്റ്റുകൾ ഉള്ളതും ചിലപ്പോഴും ഉണ്ടാവാം കേട്ടോ. അത് നിങ്ങൾ പഠിക്കണം. കാരണം NTA എവിടെ നിന്ന് ചോദിക്കും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. NTA തന്നെ ചില സമയത്ത് മനസ്സിലാവാറില്ല. ഓക്കെ, കാരണം കഴിഞ്ഞ നെറ്റ് എക്സാമ്പിലൊക്കെ കുറേ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അതൊന്ന് റെക്ടിഫൈ ചെയ്യാതെ ഫൈനൽ ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, ഫൈനൽ ആൻസർക്കൊക്കെ അതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിവേ ദാറ്റ്സ് അനദർ തിങ് ടു ഡിസ്കസ്. യാ, വാട്ട് കുഡ് ബി ദ ആൻസർ നോക്കാം. റെമിനിസൻസ് ആണ് എന്ത് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അതായത് ആൻസർ ഓപ്ഷൻ C ആണ്. റെമിനിസൻസ് എഫക്റ്റ് ആണ് ഇങ്ങനെ പറഞ്ഞാൽ. അതായത് ഒരു റെസ്റ്റിന് ശേഷം ഒരു പ്രാക്ടീസ് നമ്മൾ സെസേഷൻ നടത്തിയ പ്രാക്ടീസ് സ്റ്റോപ്പ് ചെയ്ത് ഒരു റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവുന്നതിനാണ് റെമിനിസൻസ് എഫക്റ്റ് എന്നുള്ളത്. എ ഗെയിൻ ഇൻ പെർഫോമൻസ് വിത്തൗട്ട് പ്രാക്ടീസ് എന്നുള്ളതാണ്. വീണ്ടും പ്രാക്ടീസ് ചെയ്യാതെ തന്നെ നമുക്ക് പെർഫോമൻസ് ഗെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഇസ് റെമിനിസൻസ്. അതായത് ഒരു സബ്ജക്റ്റ് ഒരു ട്രയൽ ആഫ്റ്റർ ട്രയൽ വിത്തൗട്ട് റെസ്റ്റ്, യാതൊരു ട്രസ്റ്റും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്നു, മാസ്റ്റർ ആയിട്ട് പ്രാക്ടീസ് നടത്തുന്നു. ഇതിന് ശേഷം ഒരു ഷോർട്ട് ബ്രേക്ക് ആ ഒരു അനിമലിന് അല്ലെങ്കിൽ സബ്ജക്റ്റിന് കൊടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് നെക്സ്റ്റ് ട്രയലിൽ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ട്രയലിൻ്റെ സ്കോർ നോക്കുന്ന സമയത്ത് ആദ്യം കണ്ടിന്യൂസ് ട്രയൽ കൊടുത്തതിനേക്കാൾ കൂടുതൽ ഒരു ചെറിയ ബ്രേക്ക് അതിൻ്റെ ഇടയിൽ വന്നിട്ട് എങ്കിലും പിന്നീട് നോക്കുന്ന സമയത്ത് ടെസ്റ്റ് സ്കോർ ഇൻക്രീസ് ആവുകയാണെങ്കിൽ ദാറ്റ് ഈസ് റെമിനിസൻസ് എഫക്റ്റ് എന്നുള്ളത് കേട്ടോ. ഇത് ലൈക്ക് കണ്ടിന്യൂസ് അറ്റൻഷനും റെസ്പോൺസും ആവശ്യമായിട്ടുള്ള ടാസ്കുകളിലാണ് പൊതുവെ റെമിനിസൻസ് എഫക്റ്റ് നമുക്ക് വിസിബിൾ ആവാറുള്ളത്, പ്രൊമിനൻ്റ് ആവാറുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, യാ, അപ്പോൾ എന്തായാലും ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഇതൊക്കെ ഞാൻ പറയുമ്പോഴും എല്ലാ ഓപ്ഷൻസും നിങ്ങൾ പഠിച്ചു എന്നുള്ള ഉറപ്പ് വരുത്തണം. ആൻഡ് ഓൾസോ എയ്ഫറിൽ അഡ്മിഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെറ്റ് എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ എന്ന് ഞാൻ ഒന്നുകൂടെ ഉറപ്പിക്കുന്നു. സോ വളരെ ക്ലിനിക്കലായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അതിനുവേണ്ടി ഐഫർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് ഐഫറിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ്. Okay, thank you. We'll meet again in the next video.